ഗൈസ് അങ്ങനെ ഒരു വർഷം ഞങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ടൈൽസൊക്കെ ഉണ്ട് നന്നായി കറുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് സുജു ഒരു മെഷീൻ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് റെൻറ്റിന് കിട്ടുന്നതാണ്. അപ്പോൾ പറഞ്ഞു ഇതുകൊണ്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ വെളുക്കും എന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു. പൈപ്പിൻ്റെ അവിടെ പക്ഷേ ഒരു സംഭവം ഉള്ളത് എന്നോട് പിടിച്ചിരിക്കാൻ പറഞ്ഞു. എന്താ വെച്ചാൽ പൈപ്പിലത് വെച്ചിട്ടും വീണ് പോകുമായിരുന്നു ഗൈസ്. അപ്പോൾ അതെനിക്കൊരു പണിയായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ അത് ഇട്ടിട്ട് പോകുന്നപ്പോൾ ഇവിടെ വന്ന് ചീത്ത നീ നേരെ മൊബൈലിൽ വീഡിയോ എടുത്താൽ മതി, ഇതെന്നെ ചീത്ത പറയണമെന്നാണ് ഞാൻ പറയണത്. അപ്പോൾ പറയാം നീ മൊബൈലിരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെയും പോയി നിൽക്കുന്നുണ്ട്. പിന്നെ ആൾ സ്പ്രേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷയിൽ ഇങ്ങനെ ക്ലീൻ ആവുന്നു. അപ്പോൾ ആൾക്ക് സന്തോഷമായി ക്ലീൻ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് അത് കാണുമ്പോൾ ഒരു കൗതുകം തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്കൊന്ന് തരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനില്ല എനിക്ക് ട്രൈ ചെയ്യണം. പക്ഷേ ട്രൈ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കതും ബോറിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പൈപ്പ് പിടിക്കണേക്കാളും ഇൻട്രസ്റ്റിംഗ് ഇതായിരിക്കുന്നു. പക്ഷേ ഇതും ബോറിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ വന്ന് ചെയ്ത ആൾ പറഞ്ഞു നീ വിട്ടോ മോളെ, നീ അത് കുറേ 1 മണിക്കൂർ എടുക്കേണ്ട ഒരു ടൈൽസിന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഐസായിട്ട് അച്ഛനും പണിയെടുത്തു, പൈപ്പ് നച്ചു പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ നോക്കുന്നുണ്ട്. ചിരിച്ചാൽ അവളുടെ ഉള്ളിൽ എന്നോട് ദേഷ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടൈൽസൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ എന്താ നമ്മുടെ ശിവരാത്രി ആയിട്ട് നമ്മുടെ മുന്നിൽ തന്നെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിൻ്റെ ലൈറ്റ്സൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ ഇടുമായിരിക്കും. പിന്നെ എനിക്ക് ടൈൽസ് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പണിക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവർ ഇതിൻ്റെ വർക്ക് ചെയ്യാനതാണ്. അപ്പോൾ ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടികളാണ്. അപ്പോൾ 2 പേർക്കും ഞങ്ങൾ കാണണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. നല്ല ക്യൂട്ടാണ് 2 പേരും. നൈനു പിന്നെ തേജു എന്നാണ് അവരെ വിളിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതാണ്.